ഇന്നലെ വൈകിട്ട് മുതൽ ലോകം മുഴുവനും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചോ? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്താണ് അതിന് തെളിവ്? മരിച്ചെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മൃതദേഹമെങ്കിലും ബന്ധുക്കൾക്ക് കൈമാറണം. പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭത്തിന് തിരികൊളുത്തിരിക്കുകയാണ് ഈ സംഭവം. ഒടുവിൽ ഇന്നിപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ വൈകിട്ട് മുതൽ ചില ട്വിറ്റർ ഹാൻഡിലുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വ്യാപകമായിട്ട് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു, ജയിലിൽ ഉണ്ടായ സംഘർഷത്തിനിടയ്ക്ക് ചിലർ അദ്ദേഹത്തെ ആക്രമിച്ചു, വകവരുത്തി എന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. മുമ്പും അദ്ദേഹത്തെ ഇതുപോലെ ആക്രമിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, ജയിലിൽ വെച്ച് അദ്ദേഹം പീഡനം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ പൊതുവെ മുൻ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇമ്രാൻഖാൻ എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 സഹോദരിമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൗസ് അറസ്റ്റിലാണ്. അദ്ദേഹം പല വിവാഹങ്ങൾ കഴിച്ച ആളാണ്. ഇപ്പോൾ 73 വയസ്സുണ്ട്, വൃദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ഹൗസ് അറസ്റ്റിലാണ്. അവരെയും പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല പാക് പോലീസ്. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ 3 സഹോദരിമാർ ഇദ്ദേഹത്തെ കാണണം എന്നാവശ്യപ്പെട്ടു. അവർക്ക് അതിന് അനുമതി ലഭിച്ചില്ല. ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകന് ഇദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല. അദ്ദേഹവുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാൻ അഭിഭാഷകനെ അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുണ്ട്, പാകിസ്ഥാൻ തെഹ്രീക് ഇൻസാൻ എന്ന് പറയുന്ന ആ പാർട്ടിയുടെ നേതാക്കളെയോ പ്രവർത്തകരെയോ അദ്ദേഹത്തെ കാണാൻ അനുവദിക്കുന്നില്ല. വലിയ രീതിയിൽ അതിനെല്ലാം തടസ്സം സൃഷ്ടിക്കുന്നു. കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും വളരെ പെട്ടെന്ന് വിശ്വസിച്ചു ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടിരിക്കാം, അദ്ദേഹത്തെ ആരോ അപകടപ്പെടുത്തിയിരിക്കാം എന്ന്. ഇന്നലെ വൈകിട്ട് മുതൽ വലിയ രീതിയിൽ അദ്ദേഹത്തെ റാവൽപിണ്ടിയിലെ അഡിയാല എന്ന് പറയുന്ന ജയിലിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത്. ആ ജയിലിലേക്ക് വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇരച്ചു കയറി. അദ്ദേഹത്തിൻ്റെ 3 സഹോദരിമാരുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തിയത്. ആ അനുയായികൾ പിരിഞ്ഞു പോകാതെ വലിയ തോതിൽ കൂട്ടം കൂടി അവിടുത്തെ റോഡുകളെല്ലാം ഉപരോധിച്ച് ഈ ജയിലിലേക്ക് വരുന്ന ജയിലിൻ്റെ പ്രവേശന കവാടം ഉൾപ്പെടെ അവിടെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ട്. ആ ഔട്ട് പോസ്റ്റ് ഉൾപ്പെടെ ഉപരോധിച്ച് അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പ്രക്ഷോഭം കനത്തു. ഒടുവിൽ സർക്കാർ വഴങ്ങി. പഞ്ചാബ് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ രംഗത്തെത്തുകയും, ഞാൻ പഞ്ചാബ് പോലീസ് എന്ന് പറഞ്ഞത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഉള്ള പോലീസ്, അവർ എത്തുകയും ഈ സഹോദരിമാരുമായിട്ട് ചർച്ച നടത്തുകയും ഇളയ സഹോദരിക്ക് ഇന്ന് വൈകിട്ട് അദ്ദേഹത്തെ കാണാൻ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എന്നു മാത്രമല്ല, ചൊവ്വാഴ്ചയും അദ്ദേഹത്തെ കാണാൻ സഹോദരിക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സഹോദരനെ സന്ദർശിക്കാനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചറിയാനും ഒക്കെ അനുവദിക്കണം എന്നാണ് സഹോദരിമാരുടെ ആവശ്യം. നമുക്കറിയാം, 73-കാരനായ ഇമ്രാൻഖാൻ പലവിധ രോഗങ്ങളാൽ പീഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയിലിൽ ഒരു സ്വസ്ഥമായ, വളരെ രോഗഗ്രസ്തമായ അവസ്ഥയിൽ കഴിയുന്ന അദ്ദേഹത്തിന് സ്വാസ്ഥ്യമുണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെറിയ രോഗങ്ങൾ വരികയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുകയോ ചെയ്താൽ അദ്ദേഹം കൊല്ലപ്പെട്ടേക്കാം എന്ന ഭയം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ വികാരപരമായി ഈ വിഷയത്തെ സമീപിക്കുന്നതും ഇടപെടുന്നതും. എന്തായാലും ഈ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നത് എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് നിലവിലെ അഫ്ഗാൻ ഭരണകൂടവുമായിട്ട് ബന്ധമുള്ള ചിലരാണ് ഈ പോസ്റ്റുകൾ ഇട്ടതും അത് പ്രചരിപ്പിച്ചതും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് പാകിസ്ഥാന് പുറത്തുനിന്ന് മറ്റു ചില വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് അതൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അക്കാര്യത്തിൽ നടപടിയൊന്നും എടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ തരത്തിൽ ഇങ്ങനെ പോസ്റ്റുകൾ വന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. അദ്ദേഹത്തിൻ്റെ സഹോദരിമാർക്കെങ്കിലും അദ്ദേഹത്തെ കാണാൻ, അതിൽ ഒരു സഹോദരിക്കെങ്കിലും അദ്ദേഹത്തെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, അവിടെ വാസ്തവത്തിൽ പാകിസ്ഥാനിൽ പട്ടാളമാണ് ഭരിക്കുന്നത്. ജനാധിപത്യം എന്നത് അവിടെ ഒരു മരുമരീചികയാണ്. മരുഭൂമിയിൽ ദൂരെ സൂര്യപ്രകാശം മണലിൽ വന്ന് വീഴുമ്പോൾ അവിടെ വെള്ളമുണ്ട് എന്ന് കാഴ്ചക്കാർക്ക് തോന്നുന്നത് പോലെയാണ് പാകിസ്ഥാനിലെ ജനാധിപത്യവും. മരുഭൂമിയിലെ മരുപ്പച്ച അല്ലെങ്കിൽ മരുമരീചിക പോലെ ആണ് അവിടെ ജനാധിപത്യം കുടികൊള്ളുന്നത് എന്ന് പറഞ്ഞത് ഞാനല്ല, അത് പാകിസ്ഥാനിലെ തന്നെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവിടെ ഭരണം നടത്തുന്നത് പട്ടാളമാണ്,
തീവ്രവാദ സംഘടനകളാണ്, ഭീകര സംഘടനകളാണ് എന്ന ആക്ഷേപം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ അവിടെ എപ്പോഴും പ്രതീക്ഷിക്കാം. മുമ്പും നമുക്കത് അനുഭവമുണ്ട്. പാകിസ്ഥാൻ്റെ ചരിത്രം അത് വിളിച്ചു പറയുന്നു. സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. സുൽഫിക്കർ അലി ഭൂട്ടോയെ നിഷ്കാസിതനാക്കി അധികാരത്തിൽ നിന്ന് പിടിച്ചിറക്കി ജയിലിലടച്ച് പിന്നീട് തൂക്കിലേറ്റി പാകിസ്ഥാൻ്റെ ഭരണം പിടിച്ചെടുത്ത ജനറൽ സിയാഉൽ ഹക്കിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഒരു പ്ലെയിൻ ക്രാഷിൽ ആകാശത്ത് വെച്ച് തന്നെ സിയാഉൽ ഹക്ക് ഭസ്മമായി പോയി. അതിനുശേഷം പിന്നീട് പാകിസ്ഥാനിൽ ഭരണം ജനാധിപത്യത്തിലൂടെ വോട്ടെടുപ്പിലൂടെ അധികാരത്തിലെത്താൻ ശ്രമിച്ച ഒരാൾ, അങ്ങനെ അധികാരത്തിലെത്തിയ ഒരാൾ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ മകൾ ബേനസീർ ഭൂട്ടോയാണ്. ആ ബേനസീർ ഭൂട്ടോയ്ക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടു. ഭീകരന്മാരുടെ വെടിയുണ്ടയ്ക്ക് ഇരയായി ആ സ്ത്രീ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. പിന്നീട് അവരുടെ ഭർത്താവ് അവിടെ ഭരണാധികാരിയായിട്ട് വന്നു. അവരുടെ മകൻ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു. ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ നവാസ് ഷെരീഫ് അവിടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെ അന്നത്തെ പട്ടാള മേധാവി ജനറൽ പർവേസ് മുഷറഫ് എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം. നവാസ് ഷെരീഫ് ജയിലിലായി. ഒടുവിൽ ജീവനും കൊണ്ട് അദ്ദേഹം ലണ്ടനിലേക്ക് രക്ഷപ്പെട്ടു. പിന്നീട് മുഷറഫ് അധികാരത്തിൽ നിന്ന് മാറിയതിനു ശേഷമാണ് നവാസ് ഷെരീഫ് മടങ്ങിയെത്തുന്നതും പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയാകുന്നതും ഒക്കെ. ഈ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ മര്യാദയും നിലനിൽക്കുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. മാത്രമല്ല, കോടതികൾക്കും അവിടെ പരിമിതിയുണ്ട്. അവിടെ മതരാഷ്ട്രമാണ് പാകിസ്ഥാൻ. മതഭരണമാണ് ഒരർത്ഥത്തിൽ നടക്കുന്നത്. പട്ടാളം ആ മതത്തെ ഉപയോഗിച്ച് ആ രാഷ്ട്രത്തെ ഭരിക്കുന്ന കാഴ്ചയാണ് എല്ലാ കാലവും അവിടെ നിന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാൻ്റെ ജീവന് എന്താപത്തും ഏത് സമയത്തും സംഭവിക്കാം എന്ന് എല്ലാവർക്കും കൃത്യമായിട്ടും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചെറിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു ചെറിയ പോസ്റ്റ് വന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ അവിടെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തത വന്നിരിക്കുന്നു. അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്ന് പഞ്ചാബ് പോലീസ് സഹോദരിമാർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ന് വൈകിട്ട് ഇളയ സഹോദരിക്ക് അദ്ദേഹത്തെ കാണാൻ അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു എന്നാണ് പഞ്ചാബ് പോലീസ് അറിയിച്ചത്. ഇന്ന് ഇളയ സഹോദരി അദ്ദേഹത്തെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്, അദ്ദേഹം അത്യാസന്ന നിലയിലാണോ അതോ അദ്ദേഹം ആരോഗ്യത്തോടുകൂടി ആണോ ജയിലിൽ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇന്ന് വൈകിട്ടോടുകൂടി തിരിച്ചറിയാനാകും. അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരും. എന്തായാലും ഈ പാകിസ്ഥാനിലെ ജനാധിപത്യം പേരിന് പോലുമില്ലാത്ത മരുമരീചികയായ പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ.